ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽ ഓരോ ചാപ്റ്റേഴ്സായി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് പെയിൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ പെയിൻറ്റിനെ കുറിച്ച് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പെയിൻറ്റ് എന്നല്ല നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. നമ്മൾ എന്തിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ ആദ്യം മെറ്റീരിയലിനെ ഡിഫറൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു അല്ലേ. അതിൽ സോളിഡ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, അതിനെ കമ്പൈൻ ചെയ്യുന്ന സിമെൻറ്റിംഗ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വൺ നമ്മൾ പഠിച്ചതായിരുന്നു പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഈ പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ വരുന്ന 3 ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ഫസ്റ്റ് വൺ പെയിൻ്റ് ആണ്. ഫസ്റ്റ് വൺ നമുക്ക് പറയാം പെയിൻ്റ് ആണ്. സെക്കൻഡ് വൺ ഡിസ്റ്റംബർ ആണ്. തേർഡ് വൺ വാർണിഷസ് ആണ്. അപ്പോൾ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്ററാണ് പെയിൻറ്റ്, ഡിസ്റ്റംബർ, വാർണിഷസ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പെയിൻറ്റസിനെ കുറിച്ചാണ്. ഡിസ്റ്റംബർ ആൻഡ് വാർണിഷ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. ഈ പെയിൻറ്റിൽ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പെയിൻറ്റ് എന്താണ്, ആ പെയിൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതിനുശേഷം നമുക്ക് അതുമായി റിലേറ്റ് ചെയ്യുന്ന 2-3 പോയിന്റ്സ് ഉണ്ട്. അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതുമായി റിലേറ്റ് ചെയ്യുന്ന 2-3 പോയിന്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് പെയിൻറ്റ്, പിന്നെ ഡിഫക്റ്റ് ഓഫ് പെയിൻറ്റ്. അപ്പോൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുന്നതിനേക്കാൾ മുന്നേയും അല്ലെങ്കിൽ നോട്ട് തയ്യാറാക്കുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഇതിൽ എന്താണ് എഴുതാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്താണ് പഠിക്കാൻ പോകുന്നത്? പെയിൻ്റ് ആണ്. പെയിൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്, ആ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ടൈപ്സ് ഉണ്ടെങ്കിൽ ടൈപ്സിനെ കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം അതുമായി റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പോയിന്റ്സിനെ കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ടൈപ്പിനെ കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡിഫക്ട്സിനെ കുറിച്ച് പഠിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്ക് ചാപ്റ്ററിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് എന്താണ്, ഈ പറയുന്ന 3 പോയിന്റ്സിനെ നമുക്കൊന്ന് എന്ത് ചെയ്യണം, നോക്കണം അല്ലേ. പെയിൻറ്റ് എന്താണ്, ഡിസ്റ്റംബർ എന്താണ്, വാർണിഷ് എന്താണ് നമുക്ക് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. എന്താണ് പെയിൻറ്റ് എന്നും, പെയിൻറ്റ് അടിക്കാറിന് നമുക്കറിയാം. നമ്മൾ വീട്ടിലൊക്കെ ചെറിയ പെയിൻറ്റിങ് പണികളൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ടാവും. കൊറോണയ്ക്ക് ശേഷമാണെങ്കിൽ ചെറിയ ക്രാഫ്റ്റ് വർക്കുകളുടെ ഭാഗമായിട്ടൊക്കെ നമ്മളെല്ലാവരും പെയിൻറ്റിങ് ചെയ്യുന്ന ആളുകളായിരിക്കും. സോ ബട്ട് അതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ രീതിയിലേക്ക് പെയിൻറ്റിങ് വരുമ്പോൾ ഉള്ളത്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തരുമ്പോൾ പ്രധാനമായിട്ടും അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന ഡെഫിനിഷൻസിനെ അതുപോലെ എടുത്തിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ നമുക്ക് ആ ചോദ്യങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെ നമുക്ക് വേണമെങ്കിൽ ആലോചിച്ച് കണ്ടുപിടിക്കാം, പക്ഷെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻസിലൂടെ പോയേ മതിയാവും. സോ അതുകൊണ്ടാണ് സം ഡെഫിനിഷൻസ് ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. പെയിൻറ്റ്സ് എന്ന് പറയുന്നത് ആർ കോട്ടിംഗ് ഓഫ് ദ ഫ്ലൂയിഡ് paints are the coating of fluid materials and they are applied over the surface of timber and metals. ടിംബറോ മെറ്റലോ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസിൻ്റെ സർഫസ് ഫിനിഷിങ് കിട്ടുന്നതിനായിട്ടോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന പെയിൻറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് വാർണിഷസ് എന്ന് പറയുന്നതാണ്. ഈ വാർണിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞത് ട്രാൻസ്പെറൻറ്റ് ഓർ നിയർലി ട്രാൻസ്പെറൻറ്റ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ ആ എക്സാം ഒരു ഹോളിൽ ഇരിക്കുമ്പോൾ ഈ ഒരു ഡെഫിനിഷൻ കേൾക്കുമ്പോൾ ട്രാൻസ്പെറൻറ്റ് മാത്രമുള്ളതും ട്രാൻസ്പെറൻറ്റും ഒരു നിയർലി ട്രാൻസ്പെറൻറ്റ് ഉള്ളത് കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഡെഫിനിഷനിൽ ഇങ്ങനെ തന്നെയാണ്. വാർണിഷസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ഓർ നിയർലി ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷൻസ് ഓഫ് റെസിനുവസ് മെറ്റീരിയൽ ആൻഡ് ദേ ആർ അപ്ലൈഡ് ഓവർ ദ പെയിൻറ്റഡ് സർഫസ്. പെയിൻറ്റഡ് സർഫസിന് മുകളിൽ ട്രാൻസ്പെറൻറ്റോ അല്ലെങ്കിൽ എന്താണ് നിയർലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു സൊല്യൂഷൻ കോട്ടിംഗ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാർണിഷസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് ഓവർ ദ പ്ലാസ്റ്റേർഡ് സർഫസിൽ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്റ്റംബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാർണിഷസിനെ കുറിച്ചും ഡിസ്റ്റംബറിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വരുന്ന ചാപ്റ്ററിൻ്റെ ഉൾഭാഗങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്നതായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്ത് പഠിച്ചു, ഈ ഒരു പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിംഗ് കൊടുക്കുകയാണെന്ന് പഠിച്ചു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഈ കോട്ടിംഗ് കൊടുക്കുന്നത്, എന്നാണ് ഈ കോട്ടിംഗ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം അല്ലേ. നമ്മൾ ഒരു സാധനവും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ ഏത് മേഖലയിലും നമ്മൾ ഒന്നും തന്നെ അനാവശ്യമായിട്ട് കൊടുക്കുന്നില്ല. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ആവശ്യത്തിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ്, പെയിൻറ്റിങ് കൊടുക്കുന്നതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ക്ലാസ് ഫിനിഷ് കിട്ടാൻ വേണ്ടി, നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് കൊടുക്കുന്നുണ്ട്. ഹൈ ക്ലാസ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി അല്ലേ, നമുക്ക് വളരെ സ്മൂത്ത് സർഫസ് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫിനിഷ് ഉണ്ടാവണം എന്ന് പറയുമ്പം നമ്മളൊരു പ്ലാസ്റ്റേർഡ് സർഫസ് ഒക്കെ ആണെങ്കിൽ നല്ല ഫിനിഷിങ് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പറയുന്ന
പെയിൻറ്റിങ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അനദർ പർപ്പസസിന് വേണ്ടിയിട്ടായിരിക്കാം ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ എന്തുണ്ടാക്കുമ്പോൾ ഒരു ഹ്യൂമൻ നേച്ചർ അനുസരിച്ചാണ് വളരെ അട്രാക്റ്റീവ് ആക്കണം, വളരെ ക്യാച്ചി ആക്കണം അല്ലേ. അപ്പോൾ എന്തിനേയും എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്ത് വളരെ അട്രാക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള പെയിൻറ്റ്സ് യൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് പർപ്പസസിലുള്ള പെയിൻറ്റ്സ് യൂസ് ചെയ്യാം. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റീവ് കളേഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഫിനിഷിംഗ് തീർക്കാനായിട്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാം, ഈ പെയിൻറ്റ്സിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, വളരെ പ്ലീസിങ് സർഫസ് കൊടുക്കാനായിട്ട്, വളരെ സ്മൂത്ത് ആയിട്ട് വളരെ നല്ല ഭംഗിയുള്ള സർഫസ് കൊടുക്കാനായിട്ട്, ഡിസൈൻസ് കൊടുക്കാനായിട്ട്, അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാം, പെയിൻറ്റ്സിന് ഉപയോഗിക്കാം. ഇത് വളരെ സിമ്പിളാണ്. പക്ഷെ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പം ആ ഒരു ഫ്ലോയിൽ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന ഓരോ ഭാഗങ്ങളെ എടുത്തു പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ മെറ്റീരിയൽ. ഒരു ഫംഗ്ഷനാണ് മെറ്റീരിയലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടി ഉപയോഗിക്കുന്നുണ്ട്. എന്തിൽ നിന്ന്, അറ്റ്മോസ്ഫിയറിക് എഫക്റ്റിൽ നിന്ന് അല്ലേ. നമുക്കറിയാൻ പറ്റും ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഞാൻ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. സോളിഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ആയിരിക്കാം, അതായത് ടിമ്പർ വരുന്നുണ്ട്, മെറ്റൽ വരുന്നുണ്ട്, അതുപോലെ സ്റ്റോൺ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോണൊക്കെ ഒരുപാട് നാൾ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്തിരിക്കുമ്പം കണ്ടിന്യൂസ് ആയിട്ട് മഴയും വെയിലും കൊള്ളുക അല്ലേ, കാറ്റടിക്കുക, കണ്ടിന്യൂസ് വെതർ വേരിയേഷൻസിൽ അത് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡീഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും, അത് പൊടിഞ്ഞു പോകാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ എന്തായിരിക്കാം, മെറ്റൽ ആണെങ്കിൽ കൊറോഷൻ സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ടിമ്പറിനൊക്കെ ആണെങ്കിൽ എന്തായിരിക്കാം, മോയ്സ്ചർ വളരെ ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യാം, ഫംഗി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അത്തരം അവസ്ഥകൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സിനെ അല്ലെങ്കിൽ സോളിഡ് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആരെ ഉപയോഗിക്കാം, ഈ പറയുന്ന പെയിൻറ്റ്സിനെ ഉപയോഗിക്കാം. ഇതൊരു ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഫംഗ്ഷണൽ നമുക്കൊരു അപ്ലിക്കേഷനാണ്. നെക്സ്റ്റ് വന്ന് പറയുന്നത് എന്താണ്, പ്രൊട്ടക്ട് ദ വേരിയസ് സബ്സ്റ്റൻസസ് ഫ്രം ദ കൊറോഷൻ. ഞാൻ ഇതിൽ തന്നെ പറഞ്ഞിരുന്നു, അറ്റ്മോസ്ഫിയറിക് എഫക്റ്റിൽ മെറ്റലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വരുന്ന കൊറോഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തിനെ ഉപയോഗിക്കാം, നമ്മുടെ പെയിൻറ്റ്സിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് ടു പ്രൊട്ടക്ട് ദ വുഡൻ ആർട്ടിക്കിൾസ് ഫ്രം ദ വെറ്റ് റോട്ട് ആൻഡ് മെനി അതർ ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അതായത് 3 തരത്തിലുള്ള മെറ്റീരിയൽ പറയുമ്പോൾ സോളിഡിൽ പറയുന്ന സമയത്ത് ഇത് വരുന്നത് എന്താണ്, നമ്മുടെ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ഇത് മെറ്റലിൻ്റെ കേസാണ്, ഇത് വുഡിൻ്റെ കേസാണ്. നമുക്കറിയാം വുഡിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സെർട്ടൈൻ ടെമ്പറേച്ചർ, ഒരു ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ ആണ് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചിലപ്പോൾ എന്തായിരിക്കും, മോയ്സ്ചറിനെ അത് അബ്സോർബ് ചെയ്യും. ഇങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിലെന്തായിരിക്കാം, ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ടാവാം. വെറ്റ് റോട്ടും ഡ്രൈ റോട്ടും അല്ലെ, ഓൾട്ടർനേറ്റീവ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് കാരണം കൊണ്ടുണ്ടാകുന്ന ഡിഫക്ട്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫക്ട്സ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള കാരണവും അതെന്തായിരിക്കും, സ്ട്രക്ചറിനെ തന്നെ ബാധിക്കും. അത് ഇവിടെ വരുന്നൊരു പോയിന്റാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇതിനെ സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയലിനെ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് നാൾ ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനെ എത്തിച്ചു നിർത്താൻ വേണ്ടിയാണ് ഈ പറയുന്ന ഒരു ഫിനിഷിംഗ് കോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് എലമെൻറ്റിനെ ചുറ്റും കൊടുക്കുന്നത്. സോ ഇത് തന്നെയാണ് ഇതിൻ്റെ ആവശ്യം. എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം, ലോങ് ലാസ്റ്റിംഗ് ആയി നിർത്തണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റിംഗ് എലമെൻ്റ് ആയിട്ടുള്ള ഈ പെയിൻറ്റിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻട്രൊഡക്ഷൻ പോലെയുള്ള ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇൻട്രൊഡക്ഷൻ പോലെയുള്ളതല്ല, ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ അതിൻ്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓയിൽ പെയിൻറ്റിൽ എന്തൊക്കെ ചേർത്താണ് ഒരു ഓയിൽ പെയിൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പെയിൻറ്റിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഓവർസിയർ ലെവലായി നമ്മൾ എടുക്കുകയാണെങ്കിൽ 3rd ഗ്രേഡ്, 2nd ഗ്രേഡ്, 1st ഗ്രേഡ് എടുക്കുക. അപ്പം ഈ 3 ഗ്രേഡിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പെയിൻറ്റിൽ നിന്ന് വരുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ഭാഗങ്ങളിൽ നിന്നാണ്, അതായത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ സ്ട്രെസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ചിലത് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ചില പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 6 എണ്ണമാണ്. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് ഈ 5 എണ്ണം വരെ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 6ാമത്തെ ആളെ നിങ്ങൾ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു PSC ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ 6ാമത്തെ ആളെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇനിയുള്ള കാലത്ത് എക്സാമിൻ്റെ കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് ഈ ഒരു കമ്പോണൻറ്റും കൂടെ പരിചയപ്പെട്ടിരിക്കണം. ഫസ്റ്റ് വൺ ബേസ് ആണ്, സെക്കൻഡ് വൺ വെഹിക്കിൾ ആണ്, തേർഡ് വൺ ഡ്രയർ ആണ്, ഫോർത്ത് വൺ കളറിംഗ് പിഗ്മെൻ്റ് ആണ്. ഓക്കെ, പിഗ്മെൻ്റ് എന്നാണ് ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക, കളറിംഗ് പിഗ്മെൻറ്റ്. ഫിഫ്ത്ത് വൺ സോൾവെൻ്റ് ആണ്. സിക്സ്ത് വൺ എന്താണ്, അഡൾട്രൻസ് ആണ്.
ഓക്കെ, അഡൾട്രൻസ്. ഈ പോയിന്റ് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. കാരണം എന്താണ്, ചിലപ്പോൾ നമ്മൾ പഠിക്കാത്ത പോയിന്റ് ആണെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യണം, സ്ട്രെസ് ചെയ്ത് പഠിക്കണം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്ഥിരമായിട്ട് പെയിന്റിൽ നിന്നും ക്വസ്റ്റ്യൻ ഇടുന്ന ഒരു എക്സാമിനർ ആ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പം ഒരു വെറൈറ്റി വരുത്താനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഇല്ലാത്തൊരു പോയിന്റ് അതിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരം പോയിന്റ്സ് പഠിച്ചിരുന്നാൽ മാത്രമാണ് പെട്ടെന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ പറയും എന്താണ് സാർ, ഒരു ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തൂടെ, അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഓപ്ഷൻ ഒരെണ്ണം തിരഞ്ഞെടുത്തൂടെ എന്നൊക്കെ ചോദിക്കും. ബട്ട് അവിടെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് എടുക്കുക എന്നുള്ള, പെട്ടെന്ന് ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആവാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ഭാഗങ്ങളും ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ് തിയററ്റിക്കൽ ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം. സോ അഡൾട്രൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ബാക്കിയുള്ള പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിനെ കുറിച്ച് സ്ഥിരമായിട്ട് ഇതൊക്കെ ഇത് ഞാൻ ഓൾറെഡി എഴുതിയിട്ടാണ്. ബേസ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വെഹിക്കിൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കളറിംഗ് പിഗ്മെന്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ഏതൊക്കെ ഭാഗത്താണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ചോദിച്ചാൽ ഈ ഇതിൽ തന്നെ 1, 2, 4 ഈ 3 എണ്ണത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഡെഫിനിഷൻസിൽ നിന്നും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയന്റ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ബേസും വെഹിക്കിളിന്റെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ ടൈപ്പിനെ കുറിച്ചാണ് കൂടുതലും ചോദ്യങ്ങൾ വരാറ്. മെയിനായിട്ട് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്, മെയിനായിട്ട് ഉപയോഗിക്കുന്ന വെഹിക്കിൾ ഏതാണെന്ന്. അപ്പം ഈ 3 പോയിന്റിനും സ്ട്രെസ് കൊടുത്തുകൊണ്ട് വേണം പഠിക്കാൻ. ഇത് നിങ്ങൾ എന്താണ്, ന്യൂ ടോപ്പിക് ആയിട്ട്, ഒരു ന്യൂ പോയിന്റ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ് ഈ പറയുന്ന അഡൾട്രൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഓരോന്നിലും പുതിയ പുതിയ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം നമ്മുടെ ബേസിലേക്ക് കിടന്നാലോ. നമ്മൾ ബേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ അറിയാം, നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ, സാറേ എനിക്ക് ബേസ് ഇല്ലാത്ത കാരണം കൊണ്ട് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ ബേസ് എന്ന് പറയുന്നത് എന്താണ്, അടിത്തറയാണ്. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അടിത്തറ എന്നുള്ളതൊക്കെയാണ് ബേസിന്റെ അർത്ഥം. സോ പോയിന്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ബേസിനെ കുറിച്ച് ഞാൻ പോയിന്റ്സ് ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കൺസിസ്റ്റുവന്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, ബേസ് ആണ് കേട്ടോ. പ്രിൻസിപ്പൽ കൺസിസ്റ്റുവന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആരാണ്, ബേസ് ആണ്. പ്രിൻസിപ്പൽ കൺസിസ്റ്റുവന്റ് എന്ന് ചോദിച്ചാൽ അത് ബേസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത്തരത്തിലുള്ള പോയിന്റ് ആണ് നമ്മുടെ ഒരു തിയററ്റിക്കൽ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മെയിൻ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കൺസിസ്റ്റുവന്റ് ഓഫ് പെയിന്റ് ഏതാണ്, ഓയിൽ പെയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബേസ് ആണെന്ന് പറയാം. ഇതിൽ നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത് മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. ഒരു മെറ്റാലിക് ഓക്സൈഡിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. മേക്സ് പെയിന്റ് ഫിലിം ഒപ്പേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 3ാമത്തെ പോയിന്റിൽ അത് പറയുന്നുണ്ട്. പൊസസ് ബൈൻഡിങ് പ്രോപ്പർട്ടീസ് വിച്ച് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ ഷ്രിങ്കേജ് ക്രാക്ക് ഓൺ ഓർ ഡ്രൈ. അതായത് നല്ല എന്താണ്, ബൈൻഡിങ് പ്രോപ്പർട്ടീസ് ഇതിനുള്ള കാരണം കൊണ്ട്, അതായത് ഈ ബേസ് എന്ന് പറയുന്ന എലമെന്റിന് നല്ല ബൈൻഡിങ് പ്രോപ്പർട്ടി ഉള്ള കാരണം കൊണ്ട് അത് എന്തിനെ ഹെൽപ്പ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിൽ ഉണ്ടാകുന്ന ഷ്രിങ്കേജ് ക്രാക്സ് ഓൺ ഡ്രൈ ആവുമ്പോൾ അതിലുണ്ടാവാവുന്ന ഷ്രിങ്കേജും ക്രാക്കിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കും എന്നാണ് പറയുന്നത്, നമ്മുടെ ബേസ് സഹായിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞാൽ വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, സിങ്ക് വൈറ്റ്, അലുമിനിയം പൗഡർ, അയൺ ഓക്സൈഡ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് അല്ലേ, മേക്ക് ദ പെയിന്റ് ഫിലിം ഒപ്പേക്ക് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ബേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്, ഇൻ എ ഫൈൻ സ്റ്റേറ്റ്, വളരെയധികം ഫൈൻ സ്റ്റേറ്റിലുള്ളതാണ്. എന്താണ് ഇത്, എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിന്റ് കാണുമ്പോൾ ഒരു ലിക്വിഡ് ആയിട്ട് ഒരുപാട് വലിയൊരു മാറ്ററാണ്, അല്ലെങ്കിൽ കുറച്ചധികം ഉള്ളൊരു ക്വാണ്ടിറ്റിയിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതൊരു ബൾക്കായിട്ടുള്ളൊരു സാധനമാണ് അല്ലെ, വളരെ ബൾക്കി ആയിട്ടുള്ളൊരു സാധനം. അപ്പം 2 രീതിയിൽ ചോദിക്കാം. ബൾക്ക്നെസ് കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ബേസ് ആണ്. പ്രിൻസിപ്പൽ കൺസിസ്റ്റുവന്റ് ആരാണെന്ന് ചോദിച്ചാലും ആരാണ്, ബേസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ബൾക്കിന്റെ ബി എടുക്കുക, ബൾക്ക് അല്ലേ, ബി ഫോർ ബേസ് എന്ന് ആലോചിക്കുക. അപ്പോൾ ബേസ് നന്നായിട്ട് ഉണ്ടാവണം പറഞ്ഞാൽ ബേസ് ആണ് ഏറ്റവും മുമ്പിൽ ഉണ്ടാവേണ്ട ആൾ, അയാൾ തന്നെ വളരെ പ്രിൻസിപ്പൽ ആയിട്ട് ഉണ്ടാവേണ്ട ആളും. അപ്പോൾ എന്താണ്, പ്രിൻസിപ്പൽ കൺസിസ്റ്റുവന്റ് ആരാണെന്ന് ചോദിച്ചാലും ആരാണ്, ബേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ റിലേറ്റ് ചെയ്ത് ആലോചിച്ച് വെക്കുകയായിരിക്കും നല്ലത്. നെക്സ്റ്റ്, ഇറ്റ് ഡിറ്റർമൈൻസ് ദ ക്യാരക്ടർ ഓഫ് ദ പെയിന്റ്. അപ്പോൾ പെയിന്റിന്റെ ക്യാരക്ടർ നിർണ്ണയിക്കുന്നതും ആരാണ്, ബേസ് തന്നെയാണ്. ആൻഡ് ഇമ്പാർട്ട് ദ ഡ്യൂറബിലിറ്റി ടു ദ സർഫസ് വിച്ച് ഈസ് പെയിന്റഡ്. നമ്മൾ എവിടെയാണോ പെയിന്റ് ചെയ്തിരിക്കുന്നത് അവിടെയുള്ള ഡ്യൂറബിലിറ്റി നിർണ്ണയിക്കുന്നത് ആര് തന്നെയാണ്, ഈ പറയുന്ന ബേസ് തന്നെയാണ്. നെക്സ്റ്റ്, റെഡ്യൂസ് ദ ഷ്രിങ്കേജ് ആൻഡ് ക്രാക്ക് ഫോംഡ് ഓൺ ദ ഡ്രൈയിങ്
ആൻഡ് ഇറ്റ് ഓൾസോ ഫോം ആൻ ഒപ്പേക്ക് ലെയർ ടു എന്താണ് ഒബ്സ്ക്യൂർ ദ സർഫസ് മെറ്റീരിയൽ ടു ബി പെയിൻറ്റഡ്. അതായത് രണ്ട് രീതിയിൽ സഹായിക്കുന്നു. ബേസിക് ക്യാരക്ടർ നിർണ്ണയിക്കുന്ന ഇദ്ദേഹമാണ്, എത്ര കാലത്തോളം നിൽക്കണമെന്ന് നിർണ്ണയിക്കുന്ന ഇദ്ദേഹമാണ്. പിന്നെ നമ്മളിത് ഏത് സർഫസിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ സർഫസിൽ നമ്മൾ പെയിൻറ് ഡ്രൈ ചെയ്യുമ്പോൾ ഉണങ്ങുമ്പോൾ ഉണ്ടാവാവുന്ന ക്രാക്കുകളുണ്ട് അല്ലേ, വിള്ളലുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഷ്രിങ്കേജുകൾ ഉണ്ടാവാം. അതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഇദ്ദേഹം സഹായിക്കും. മാത്രമല്ല നമുക്കറിയാം, ഒരു മുമ്പേ പെയിൻറ് ചെയ്തൊരു സർഫസിൻ്റെ മുകളിൽ നമുക്ക് പെയിൻറ് ചെയ്യുമ്പോൾ ഒരു ഏറ്റവും പുറകിലുള്ള സർഫസിലുള്ളത് ചിലപ്പോൾ തെളിഞ്ഞ് കാണാം, ഒരു ഭംഗി ഉണ്ടാവില്ല. അത് ഒഴിവാക്കാനായിട്ട് സഹായിക്കുകയും കൂടെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ഫോം ആൻ ഒപ്പേക്ക് ലെയർ ടു എന്താണ് ഒബ്സ്ക്യൂർ ദ സർഫസ് മെറ്റീരിയൽ ടു ബി പെയിൻറ്റഡ്. ഓക്കെ, അപ്പം എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ മുമ്പേ ഉണ്ടായിരുന്ന, ചിലപ്പോൾ അറിയാം നമ്മുടെയൊക്കെ മതിലിൻ്റെ ഇതിലൊക്കെ ചിലപ്പോൾ ഈ ഇലക്ഷൻ ടൈമൊക്കെ ആവുമ്പോൾ എന്തുണ്ടാവും, കുറേ എഴുത്തുകളൊക്കെ വരും അല്ല. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പണ്ടൊക്കെയാണെങ്കിൽ പരസ്യങ്ങളൊക്കെ മതിൽ എഴുതുമായിരുന്നു. അതിന് മുകളിൽ നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെളിഞ്ഞ് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് ഒഴിവാക്കാം എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ് അല്ലേ. അത്തരത്തിലുള്ള അഡ്വാൻറ്റേജുകൾ സഹായിക്കുന്ന ആരാണ്, ഈ പറയുന്ന ബേസ് എന്ന് പറയുന്ന എലമെൻ്റ് ആണ്. അപ്പോൾ ബേസ് എന്ന് പറയുന്നതിൽ ഒരുപാട് പോയിന്റ്സ് പഠിക്കാണ്ട്. ബേസ് ബൾക്ക്നെസ് ആണ്, ബേസ് പ്രിൻസിപ്പൽ കൺസിസ്റ്റുവൻ്റ് ആണ്, ബേസ് എന്ത് തന്നെയാണ്, ഈ പറയുന്ന ഷ്രിങ്കേജും അതുപോലെ ക്രാക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ ഇത്തരം പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ബേസ് എന്ന് പറയുന്ന ഒറ്റ ഒരു സിംഗിൾ എന്താണ് ഇൻഗ്രീഡിയൻറ്റിൽ മാത്രം പഠിച്ചു വെക്കാനുണ്ട്. ഇതിൽ മാത്രം നിൽക്കുന്നില്ല. അപ്പോൾ തൊട്ട് മുമ്പത്തേൽ നമ്മൾ നോക്കിയാൽ നമുക്കൊരു കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞതിൽ എല്ലാം നിങ്ങൾക്ക് കിട്ടിയല്ലോ. മെറ്റാലിക് ഓക്സൈഡ് ആണ്. ഓക്കെ, ഇത് മെറ്റാലിക് ഓക്സൈഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഷ്രിങ്കേജ്, ക്രാക്ക്, ഡ്രൈയിങ്ങിൽ ഉണ്ടാകുന്ന ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, സിങ്ക് വൈറ്റ്, അലുമിനിയം പൗഡർ, പിന്നെ അതുപോലെ അയൺ ഓക്സൈഡ് ഒക്കെ ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ ഓയിൽ പെയിൻറ്റിലെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബേസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ബൾക്ക്നെസ് മറക്കണ്ട, പ്രിൻസിപ്പൽ കൺസിസ്റ്റൻ്റ് ആണെന്നുള്ളത് മറക്കണ്ട. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് കുറച്ച് കൂടുതൽ കിടക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്പിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ നമുക്ക് ആ ടൈപ്പിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ആ ടൈപ്പിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഏതൊക്കെ ടൈപ്പാണെന്ന് പറഞ്ഞിരുന്നു. ഓരോ ടൈപ്പിനെയും നമ്മൾ എടുത്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഫസ്റ്റ് വൺ വൈറ്റ് ലെഡ്, സെക്കൻഡ് വൺ റെഡ് ലെഡ്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ അറ്റത്ത് ഒരു ലെഡ് ഉണ്ട് അല്ലേ. അപ്പോൾ കൺഫ്യൂഷൻ ആവും. നിങ്ങളെ ഓപ്ഷനിലും കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് എക്സാമിനർ ശ്രമിക്കാം. അപ്പോൾ അതിന് രണ്ടിനെ ഒരുമിച്ചെടുത്ത് പഠിക്കാനാണ് നമുക്ക് നോക്കാം, വൈറ്റ് ലെഡും റെഡ് ലെഡും. ഈ വൈറ്റ് ലെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കാർബണേറ്റ് ഓഫ് ലെഡ്. ലെഡിൻ്റെ കാർബണേറ്റ് ആണ് വൈറ്റ് ലെഡ് എന്ന് പറയുന്നത്. പക്ഷേ റെഡ് ലെഡിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു ഓക്സൈഡ് ഓഫ് ലെഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഓക്സൈഡ് ഓഫ് ലെഡ് എന്ന് ചോദിച്ചാൽ റെഡ് ലെഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, കാർബണേറ്റ് ഓഫ് ലെഡ് എന്ന് ചോദിച്ചാൽ വൈറ്റ് ലെഡ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ അത് എങ്ങനെ ഓർത്ത് വെക്കാം സാറേ, കുറച്ച് കൺഫ്യൂസിങ് ആണല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ ഓർത്തെടുക്കാമെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ചിന്തിക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ കറുപ്പ്, അതിൻ്റെ ഓപ്പോസിറ്റ് വൈറ്റ്, അങ്ങനെയാണ് ആലോചിക്കാറ്. കാർബൺ കറുപ്പ്, അതിൻ്റെ ഓപ്പോസിറ്റ് വൈറ്റ്. ഞാൻ അങ്ങനെയാണ് ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും ഇതൊരു മെമ്മറി ട്രിക്ക് അല്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. ശരിയാണ്, ഇതൊരു മെമ്മറി ട്രിക്ക് അല്ല. നമുക്ക് പല രീതിയിലുള്ള മെമ്മറി ട്രിക്ക് ഫോളോ ചെയ്യുമ്പോൾ അതിലൊരു മെമ്മറി ട്രിക്കാണ് ആൽഫബറ്റ്സിൽ നിന്നും വേർഡ്സിൽ നിന്നുള്ള വഴി, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്സ് എന്നുള്ള വഴി. നമ്മൾ എപ്പോഴും അറിയാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വായിച്ച് നോക്കി അതിൻ്റെ മീനിങ് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കും. വേർഡ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ശ്രമിക്കും. അപ്പം ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു കീവേഡ്, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ കീവേഡ് എന്ന് പറഞ്ഞാൽ കാർബണേറ്റ് ഓഫ് ലെഡ് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പോൾ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ കറുത്ത കരി എന്നാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പം അതുമായി ഒരു ബന്ധം ഉണ്ടാക്കുക, ആൻസറിന് ഒരു ബന്ധം ഉണ്ടാക്കുക. അപ്പം നമ്മൾ ഇപ്പോൾ പഠിക്കുമ്പോൾ എത്ര ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ എവിടെയോ ഞാൻ പഠിച്ചിട്ടുണ്ട് കാർബണേറ്റ് കരിയാണ്, അതും ഓപ്പോസിറ്റുമായിട്ടാണ് മാച്ച്, വൈറ്റ് ആണ്. സോ അതെന്താണ്, വൈറ്റ് ലെഡ് ആണ്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു കൺഫ്യൂസിങ് പോയിന്റിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഒരു എലമെന്റ് സഹായിക്കും. ഇതിന് പിന്നെ അതിനെ ഇറ്റ് ഫോംസ് ദ ബേസ് ഓഫ് ലെഡ് പെയിന്റ്. ലെഡ് പെയിന്റിന്റെ ബേസ് ആക്കാനായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് lead paint. ഇത് പ്രത്യേകം ആലോചിക്കാം കേട്ടോ, lead paint. It forms the base of lead paint. It is more suitable for wood surface. Okay, അപ്പോൾ പ്രത്യേകം ആലോചിക്കുക, ബേസ് ബൾക്ക്നെസ് എന്ന് ഓർത്ത് വെച്ച പോലെ തന്നെ വൈറ്റ് വുഡ് എന്ന് ആലോചിക്കുക കേട്ടോ. വൈറ്റ് വുഡ് എന്ന് ആലോചിച്ച് വെക്കുക. ബേസ് ബൾക്ക് എന്ന് പറഞ്ഞ പോലെ വൈറ്റ് വുഡ് എന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ എന്താണ്, നമ്മുടെ റെഡ് ലെഡിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്സൈഡ് ഓഫ് അയൺ ആണ്. അപ്പോൾ ഈ ഓക്സൈഡിനെ എനിക്ക് ഈ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള യാതൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തത്. ഇറ്റ് ഫോംസ് ദ ബേസ് ഓഫ് ലെഡ് പെയിന്റ്. സെയിം പോയിന്റ് ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ പെയിന്റിങ് അയൺ സർഫസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയൺ സർഫസിനെ പെയിന്റ് ചെയ്യാൻ, സ്യൂട്ടബിൾ ആയിട്ട് പെയിന്റ് ചെയ്യാനായിട്ട് ആരെ ഉപയോഗിക്കുന്നു,
നമ്മുടെ റെഡ് ലെഡിനെ ഉപയോഗിക്കുന്നുണ്ട്. സോ അയൺ സർഫസിന് വേണ്ടി ആരെ ഉപയോഗിക്കുന്നുണ്ട്? റെഡ് ലെഡിനെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് പ്രൈമിംഗ് കോട്ട് ടു ദ വുഡ് സർഫസ്, വുഡ് സർഫസിന്റെ പ്രൈമിംഗ് കോട്ട്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, മോസ്റ്റ് സ്യൂട്ടബിൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വൈറ്റ് ലെഡ് ആണ്. ഇത് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. പ്രൈമിംഗ് കോട്ട് ടു ദ വുഡ് സർഫസ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ ഡ്രയർ. അപ്പോൾ ആലോചിക്കുക, ഇതൊരു ബേസ് ആണ്. ബേസിനെ കുറിച്ച് പഠിക്കുമ്പം നെക്സ്റ്റ് പോയിന്റ് ആണ്, പഠിക്കാനുള്ള പോയിന്റ് ആണ് ഡ്രയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപോലെ ബേസ് ആയും ഒരുപോലെ ഡ്രയർ ആയിട്ടും ഉപയോഗിക്കുന്ന ആരെയാണ്? റെഡ് ലെഡിനെയാണ്. കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. മോസ്റ്റ് സ്യൂട്ടബിൾ വുഡ് വൈറ്റ് ലെഡ് ആണ്. മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള അയൺ സർഫസിൽ ഉപയോഗിക്കുന്നത് റെഡ് ലെഡ് ആണ്. ക്ലിയർ ആണോ? പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട്, PSC ആൻസർ വരുമ്പോൾ പല പ്രാവശ്യം മാറ്റിയും മറച്ചുമൊക്കെയാണ് ആൻസർ ഇടാറുള്ളത്. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ടെക്സ്റ്റ് ഇത് നമ്മൾ രംഗവാല ബേസ്ഡ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ മെൻഷൻ ചെയ്ത് നമുക്ക് അതിനെ പഠിക്കാം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പം എന്താണ് അതിൽ വേരിയേഷൻ വന്നിട്ടുള്ളത്. ഇപ്പോഴൊക്കെയാണ് നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റെഫറൻസ് വെച്ച് അപ്പീൽ ചെയ്യാം. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലാണ് മിസ്റ്റേക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പോയിന്റ് കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് സാറ് പറഞ്ഞ ആൻസർ ഇതാണല്ലോ, പക്ഷെ ഞാൻ കണ്ട ആൻസർ ഇതാണല്ലോ, സ്ഥിരമായിട്ട് ആൻസർ ചെയ്യുന്നത് ഇതാണല്ലോ എന്ന് വിചാരിക്കും. PSCക്ക് എപ്പോഴും മിസ്മാച്ചിങ് ആയിട്ടുള്ള കുറേ ആൻസേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. നെക്സ്റ്റ് വൺ ആണ് ഓക്സൈഡ്സ് ഓഫ് സിങ്ക് എന്ന് പറയാം. എന്താണ് ഓക്സൈഡ്സ് ഓഫ് സിങ്ക്? ഈ ഓക്സൈഡ്സ് ഓഫ് സിങ്ക് എന്ന് പറഞ്ഞാൽ ബേസ്, ഇറ്റ് ഫോം ദ ബേസ് ഓഫ് സിങ്ക് പെയിന്റ് ബേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ട്രാൻസ്പെറന്റ് ആണ്, നോൺ പോയ്സണസ് ആണ്. ഇറ്റ് ഈസ് സിങ്ക് വൈറ്റ്. അത് വളരെ കോസ്റ്റ്ലി ആണ്, ലെസ് ഡ്യൂറബിൾ ആൻഡ് ഡിഫിക്കൽട്ടി ടു വർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ എടുത്തു പറയത്തക്ക വളരെ കൺഫ്യൂസിംഗ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാവുന്ന ഒരു മേഖലയല്ല ഈ ഓക്സൈഡ്സ് ഓഫ് സിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓക്സൈഡ്സ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോം ദ ബേസ് ഓഫ് ഓൾ അയൺ പെയിന്റ്. എല്ലാ അയൺ പെയിന്റിനും ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആരെയാണ്? ഓക്സൈഡ്സ് ഓഫ് അയൺ. ഇറ്റ് ജനറലി യൂസ്ഡ് ഫോർ പ്രൈമിംഗ് കോട്ട് ഓഫ് അയൺ വർക്ക്. ജനറലി യൂസ്ഡ് ഫോർ പ്രൈമിംഗ് കോട്ട് ഓഫ് അയൺ വർക്ക്. ഇവിടെ എന്താണ്? സ്യൂട്ടബിൾ ഫോർ ദ പെയിന്റിംഗ് ഓഫ് അയൺ സർഫസ്. അപ്പോൾ രണ്ടും പ്രത്യേകം ആലോചിച്ച്, ഇത് ജനറലി യൂസ്ഡ് ആണ്, ഇതെന്താണ്? സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ വൈറ്റ് ലെഡ് ആണ്, അതുപോലെ തന്നെ എന്താണ്? വൈറ്റ് ലെഡ് നമ്മൾ പഠിച്ചു, റെഡ് ലെഡ് നമ്മൾ പഠിച്ചു, ഓക്സൈഡ്സ് ഓഫ് സിങ്ക് പഠിച്ചു, ഓക്സൈഡ്സ് ഓഫ് അയൺ പഠിച്ചു. ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ ആണ് ടൈറ്റാനിയം വൈറ്റ് ആണ്. ടൈറ്റാനിയം വൈറ്റ് എന്ന് പറഞ്ഞാൽ പോയിസൺ അല്ലാത്ത, ടൈറ്റാനിയം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ പോയിസൺ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അപ്പോൾ പെയിന്റ് നമുക്കറിയാം, പെയിന്റ് അടിക്കുന്ന സമയത്ത് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് അല്ലേ? നമ്മൾ കുറച്ച് ന്യൂ ബോൺ ബേബീസിനെ ആണെങ്കിലും അല്ലെങ്കിൽ ആസ്മ പ്രോബ്ലം അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആളുകൾ ആരും തന്നെ പെട്ടെന്ന് പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എൻട്രി ചെയ്യാറില്ല. കാരണം അവർക്ക് സഫോക്കേഷൻസും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ കുറേ പോയിസൺസ് ആയിട്ടുള്ള എലമെന്റ്സ് അതിലുണ്ട്. അപ്പോൾ ടൈറ്റാനിയം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് ഭയങ്കര പോയിസൺസ് ആണ്. ഒരിക്കലും അല്ല, ഇത് നോൺ പോയിസൺസ് ആണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇത് എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തിൻ ട്രാൻസ്പെറൻറ്റ് ഫിലിം ഉണ്ടാക്കാൻ. ഇത് പ്രൊവൈഡ് തിൻ ട്രാൻസ്പെറൻറ്റ് ഫിലിം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിസീവിങ് ദ കോട്ട് ഓഫ് ഇനാമൽ. അപ്പം ഒരു ട്രാൻസ്പെറൻറ്റ് ഫിലിം കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പം അത് ഒരു മെയിൻ കോട്ടായിട്ട് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല, കാരണം ബാക്കിലുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത്? എന്താണ് ഒരു ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിസീവിങ് ദ കോട്ട് ഓഫ് ഒരു ഇനാമൽ പെയിന്റിന്റെ കോട്ട് അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിസീവിങ് ദ കോട്ട് ഓഫ് ഇനാമൽ. അപ്പോൾ ഇനാമലിന് മുമ്പൊക്കെ അപ്ലൈ ചെയ്യാൻ നമുക്ക് ആരും ഉപയോഗിക്കാം? ടൈറ്റാനിയം വൈറ്റ്. നെക്സ്റ്റ് വൺ ആന്റിമണി വൈറ്റ് ആണ്. അതെന്താണ്? സിമിലർ ടു ആരെ പോലെ തന്നെയാണ്? ടൈറ്റാനിയം വൈറ്റിനെ പോലെ തന്നെയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടും റിസംബിൾ ആണ്, ടൈറ്റാനിയം വൈറ്റും ആന്റിമണി വൈറ്റും, നമ്മുടെ റെഡ് ലെഡും വൈറ്റ് ലെഡും പറഞ്ഞ കൂട്ടത്തിൽ. നെക്സ്റ്റ് വൺ ആണ് അലുമിനിയം പൗഡർ. ഈ അലുമിനിയം പൗഡറിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വുഡ് ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന മോയ്സ്ചർ കണ്ടന്റിനെ സ്വയം അബ്സോർബ് ചെയ്തുകൊണ്ട് അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കൂട്ടാനുള്ള കഴിവുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രത്യേകതയുള്ള ഒരാളാണെന്ന് പറഞ്ഞു. ഇറ്റ് കീപ്സ് ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദ വുഡ് സർഫസ് പ്രാക്ടിക്കലി ദ സെയിം. എത്രയാണോ ഉണ്ടായിരുന്നത് അതിൽ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ കഴിവുള്ള ഒരാളാണ് അലുമിനിയം പൗഡർ. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ ദ പ്രൈമിംഗ് കോട്ട് ടു ന്യൂ വുഡ് വർക്ക്. അപ്പോൾ പുതിയതായിട്ട് വുഡ് വർക്ക് ചെയ്ത് കഴിയാന്ന് വിചാരിക്കും. അപ്പോൾ പുതിയതായിട്ട് വർക്ക് കഴിയുമ്പം അപ്പോൾ കുറച്ചൊരു ഫ്രഷ്നെസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അത് ചിലപ്പോൾ പഴയ കണ്ടീഷൻസിലേക്ക് പോകാൻ പെട്ടെന്ന് തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളവയ്ക്ക് എന്ത് ചെയ്യാം? പ്രൈമിംഗ് കോട്ടായിട്ട് ആരെ കൊടുക്കാറുണ്ട്? അലുമിനിയം പൗഡർ. അപ്പോൾ എക്സാമിന് ഇങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുക.
യൂസ്ഡ് ഫോർ ദ പ്രൈമിംഗ് കോട്ട് ഫോർ ന്യൂ വുഡ് വർക്ക് എന്ന് ചോദിച്ചാൽ ആരെയാണ്? അലുമിനിയം പൗഡറിന്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലിത്തോഫോൺ ആണ്. 8ാമത്തെ എലമെന്റ് ആണ് ലിത്തോഫോൺ എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, നമ്മൾ ഇവർ കേൾക്കാത്ത ഒരു പേര്, ഫെമിലിയർ അല്ലാത്തൊരു പേരാണ് ലിത്തോഫോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് എന്തൊക്കെയാണ്? സിങ്ക് സൾഫൈഡും അതുപോലെ തന്നെ ബെറൈറ്റ്സിൻ്റെയും എന്താണ് ഒരു മിക്സ്ചർ ആണ് ലിത്തോഫോൺ എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇന്റീരിയർ വർക്ക് ഓഫ് ഇൻഫീരിയർ നേച്ചർ as it changes color when exposed to daylight. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇന്റീരിയർ വർക്കിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓഫ് ഇൻഫീരിയർ നേച്ചർ ആസ് ഇറ്റ് ചേഞ്ചസ് കളർ വെൻ എക്സ്പോസ്ഡ് ടു എന്താണ്? ഡേ ലൈറ്റ്. അപ്പം ഇത്തരത്തിൽ കുറച്ചും കൂടെ ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഒരു പെക്യുലാരിറ്റീസ് ഉള്ള ചില പോയിന്റ്സിൽ നിന്നും പോയിന്റ്സ് എടുത്തുകൊണ്ട് തന്നെ ഈ സെന്റൻസ് എടുത്തുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, അവർ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലിത്തോഫോൺ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 8 എണ്ണമാണ് പഠിക്കാനുള്ളത്. 8 എണ്ണത്തിൽ ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ ചിലപ്പോൾ ചോദ്യം സ്ഥിരം വന്നിട്ടുള്ള ഭാഗമായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം സ്ട്രെസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രം തന്നെയാണ് വഴി. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബേസ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ്. അതിൻ്റെ രണ്ടും കഴിഞ്ഞു, ടൈപ്പും കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സും പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് അടുത്ത എലമെൻറ്റിലേക്കാണ് കിടക്കാനുള്ളത് അല്ലേ. അടുത്ത എലമെൻറ്റ് ഏതാണ്? അടുത്ത എലമെൻറ്റ് വെഹിക്കിൾ ആണ്. ഓക്കെ, വെഹിക്കിളിൻ്റെ പോയിന്റ്സ് നമുക്ക് നോക്കാം. ദീസ് ആർ the liquid substance which hold the ingredients of paint in a liquid suspension. അപ്പോൾ പെയിന്റ് കാണുമ്പോൾ ഒരു ലിക്വിഡ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. ആ ലിക്വിഡിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെഹിക്കിൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ്, ഇനിയും ഇതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ ആ ഇൻഗ്രീഡിയൻസിനെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ലിക്വിഡ് പരുവത്തിലേക്ക് മാറ്റുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വെഹിക്കിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ചോദിക്കാം വിച്ച് ഹോൾഡ് ദ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ദ പെയിന്റ് ഇൻ എ ലിക്വിഡ് സസ്പെൻഷൻ, അത് ആരാണെന്ന് ചോദിച്ചാൽ വെഹിക്കിൾ ആണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാരിയേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. കാരിയേഴ്സ്, ഇത് രംഗ്വാലിയുടെ ടെക്സ്റ്റിലൊക്കെ വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഈ വെഹിക്കിളിന് നമ്മുടെ ദുഗ്ഗലിൻ്റെ ടെക്സ്റ്റിലൊക്കെ ബൈൻഡർ എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, ദുഗ്ഗലിൻ്റെ ടെക്സ്റ്റിൽ വെഹിക്കിളിന് എന്തും കൂടെ പറയാറുണ്ട്? ബൈൻഡർ എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ രണ്ട് പേരും പ്രത്യേകം ഓർത്തു വെക്കണം. ബൈൻഡർ എന്നുള്ളതും കാരിയർ എന്നുള്ളതും ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വെഹിക്കിൾ തന്നെയാണ്. അപ്പം ബൈൻഡർ എന്നുള്ളത് നിങ്ങൾക്ക് ഫംഗ്ഷൻ എന്ന് ആലോചിക്കുകയും എല്ലാവരെയും ബൈൻഡ് ചെയ്ത് കമ്പൈൻ ചെയ്ത് നിർത്തുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് നിർത്തുന്നു എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. കാരിയർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെഹിക്കിൾ ഈസ് ആൻ ഓയിൽ ടു വിച്ച് ദ ബേസ് ഈസ് മിക്സ്ഡ്. അപ്പം ബേസ് എന്ന് പറയുന്ന എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വെഹിക്കിൾ എന്ന് പറയുന്ന ഓയിലിലേക്ക് മിക്സ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഹോൾഡ് ഓൾ ദ കൺസിസ്റ്റൻസ് ഓഫ് പെയിന്റ്. ഇറ്റ് ഹെൽപ്പ് സ്പ്രെഡ് ഇറ്റ് ഓവർ ദ സർഫസ് ടു ബി പെയിന്റഡ്. അപ്പം ഈ വെള്ളം ലിക്വിഡ് ആക്കുന്നത് ഇവിടെ വെച്ചായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് മിസ്മാച്ചിങ് ആയത്. അടുത്തനി ഞാൻ തിന്നറിനെ കുറിച്ച് പറയുമ്പോൾ സോൾവെന്റിനെ കുറിച്ച് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കട്ട പിടിച്ചിരിക്കുന്ന ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിനെ സർഫസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്ന ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. സോളിഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രതലത്തിലേക്ക് അപ്ലൈ ചെയ്യാം. അത്തരത്തിൽ അതിനെ സ്പ്രെഡ് ചെയ്യാൻ, ഓവർ ദ സർഫസ് സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഈ പറയുന്ന വെഹിക്കിൾ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഇമ്പാർട്ട് ഡ്യൂറബിലിറ്റി, ടഫ്നെസ് ആൻഡ് വാട്ടർ പ്രൂഫ്നെസ് ഓഫ് ദ പെയിന്റ് ഫിലിം. എന്തൊക്കെ സഹായിക്കുന്നുണ്ട്? It impart durability, toughness and waterproofness of the paint film and resistant to the weathering and gloss. അതിനും ആര് സഹായിക്കുന്നുണ്ട്? അപ്പോൾ ഈ ഒരു പോയിന്റിന് നിങ്ങൾ അത്ര സ്ട്രെസ് കൊടുക്കണം എന്ന് ഞാൻ പറയില്ല. ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പോയിന്റ്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് ദുഗ്ഗലിൻ്റെ ടെക്സ്റ്റിൽ ഒരു അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് കിടക്കുന്നു ഉള്ളത് കൊണ്ട് എടുത്തതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ വെഹിക്കിളിനെ കുറിച്ച് കുറച്ചേ പറയാനുള്ളൂ. കാരിയർ ആണ്, അതുപോലെ തന്നെ എന്താണ്, കാരിയർ ആണ്, ബൈൻഡർ ആണ്. എല്ലാവരും കൂടെ കമ്പൈൻ ചെയ്ത് നിർത്തുന്നതും ആര് തന്നെയാണ്? വെഹിക്കിൾ തന്നെയാണ്. ഇനി നമുക്ക് വെഹിക്കിളിൻ്റെ എക്സാമ്പിൾസിലേക്ക് കിടന്നാലോ? വെഹിക്കിൾസിൻ്റെ എക്സാമ്പിളിലേക്ക് കിടക്കാം. വെഹിക്കിൾസിൻ്റെ എക്സാമ്പിളിലേക്ക് കിടക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. മറ്റേത് 8 എണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ 4 എണ്ണേ പഠിക്കാനുള്ളൂ. സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ലിൻസീഡ് ഓയിൽ അല്ലെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു സൊല്യൂഷൻ ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് എന്താണ്? സോളിഡ് സബ്സ്റ്റൻസ് അല്ല, സൊല്യൂഷൻസ് ആണ്, ഓയിലാണ്. ലിൻസീഡ് ഓയിൽ, ടങ് ഓയിൽ, പോപ്പി ഓയിൽ, നട്ട് ഓയിൽ. അപ്പോൾ ഏത് പഠിക്കുമ്പോഴും ഓപ്ഷൻ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മറ്റേത് എന്താണ്? മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്, അല്ലെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസ് ആണ്. ഇതെന്താണ്? ലിക്വിഡ് ആണെന്ന് ആലോചിക്കാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആരാണെന്ന് ചോദിച്ചാൽ ലിൻസീഡ് ഓയിലാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആരാണെന്ന് ചോദിച്ചാൽ ലിൻസീഡ് ഓയിലാണ്.
ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് എന്താണ്? ഇറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ എന്താണ് ഫ്ലാക്സ് സീഡ്സിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ടങ് ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ക്വാളിറ്റി ആരാണെന്ന് ചോദിച്ചാൽ സുപ്പീരിയർ ടു ലിൻസീഡ് ഓയിൽ ആരാണെന്ന് ചോദിച്ചിട്ട് സുപ്പീരിയർ ടു ലിൻസീഡ് ഓയിൽ ആരാണെന്ന് ചോദിച്ചാൽ ടങ് ഓയിലാണ്. ഓക്കെ, ടങ് ഓയിലാണ്. നെക്സ്റ്റ് വൺ എന്താണ്? സുപ്പീരിയർ ക്വാളിറ്റിയിൽ ഇത് ഉണ്ടാക്കാൻ, നമ്മുടെ പെയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? ടങ് ഓയിലിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോമൺലി യൂസ്ഡ് ലിൻസീഡ് ആണ്, സുപ്പീരിയർ ക്വാളിറ്റി ടങ് ഓയിലാണ്. ബാക്കി പോപ്പി ഓയിലും നട്ട് ഓയിലും ഒക്കെ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. പോപ്പി ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പി സീഡ്സ് ഉണ്ടാക്കുന്നതാണ്. ഇറ്റ് ഇസ് ഡ്രൈ സ്ലോലി ആൻഡ് ഇറ്റ്സ് കളർ ലാസ്റ്റസ് ലോങ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെയിന്റ് വെരി ഡെലിക്കേറ്റ് കളർ, നല്ല ഡെലിക്കേറ്റ്, വളരെ ആകർഷകമായിട്ടുള്ള കളറുകൾ, നല്ല ആകർഷകമായിട്ടുള്ള കളറിലായിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പോപ്പി ഓയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നട്ട് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി വാൾനട്ട് എന്ന് ഉണ്ടാക്കുന്നതാണ്. ചീപ്പാണ്. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എ ഡ്യൂറബിൾ ഫിനിഷ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓർഡിനറി വർക്ക്. വളരെ ഓർഡിനറി വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരും ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന നട്ട് ഓയിലിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 പോയിൻ്റാണ്. കോമൺലി യൂസ്ഡ് ആണ്, ഓർഡിനറിലി യൂസ്ഡ് ആണ്, സുപ്പീരിയർ യൂസ്ഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ വെഹിക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 2 ഇൻഗ്രീഡിയൻസിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? 3ാമത്തെ ഇൻഗ്രീഡിയൻറ്റിലേക്കാണ് കിടക്കാനുള്ളത്. സോ നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നോക്കുകയാണ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഡ്രയർ ആണ്. അപ്പോൾ ഡ്രയറിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഡ്രയറിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ്, ടൈപ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ഡ്രയർ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ അറിയാം, ഡ്രൈ ചെയ്യുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. ആ വേർഡിൽ തന്നെ ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഇവിടെ ഡ്രൈ ചെയ്യേണ്ടത് അല്ലേ? പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം പെയിൻറ്റ് എന്തായിരിക്കണം? ഉണങ്ങണം എന്ന് നമ്മൾ പറയും. പെട്ടെന്ന് തന്നെ ഉണങ്ങണം അല്ലേ? പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അത് ഉണങ്ങുന്നതെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് ഉണങ്ങാൻ എടുക്കുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഉണങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു എലമെൻറ്റ് തന്നെയാണ് ഈ ഡ്രയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ദ പ്രോസസ് ഓഫ് ഡ്രൈയിങ്. ഈ പറയുന്ന എലമെൻറ്റ് ഡ്രൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡ്രയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ വേർഡിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കത് എക്സാമിന് ചിലപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം ഡ്രൈ ചെയ്യിക്കുന്നത് എന്താണ്? ഡ്രയർ തന്നെയാണ്. അങ്ങനെ ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല. കാരണം പെട്ടെന്ന് ഏതൊരു കുട്ടിക്കും ആൻസർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ദിസ് മേ ബി ഐദർ ഇൻ ദ ഫോം ഓഫ് സൊല്യൂബിൾ ഡ്രയേഴ്സ് അല്ലെങ്കിൽ പേസ്റ്റ് ഡ്രയേഴ്സ്. 2 രീതിയിൽ ഡ്രയേഴ്സ് ഉണ്ടാവാം. സൊല്യൂബിൾ ആയിട്ടും ഉണ്ടായിരിക്കാം, അതുപോലെ പേസ്റ്റ് പരുവത്തിലും ഉണ്ടായിരിക്കാം. ഈ സൊല്യൂബിൾ ഡ്രയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽ സച്ചസ് കൊബാൾട്ട്, ലെഡ്, മാംഗനീസ് അതുപോലെ ഉള്ളവയെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് സൊല്യൂബിൾ ഡ്രയേഴ്സ് എന്ന് പറയുന്നത്. ഡിസോൾവ്ഡ് ഇൻ ലിൻസീഡ് ഓയിൽ ഓർ സം അതർ വോളറ്റൈൽ ലിക്വിഡ്. അപ്പോൾ ഈ പറയുന്ന മെറ്റൽസ് ആയിട്ടുള്ള കൊബാൾട്ടും ലെഡ്, മാംഗനീസും നമ്മൾ എന്ത് ചെയ്യാണ്? ലിൻസീഡ് ഓയിൽ അല്ലെങ്കിൽ അതർ വോളറ്റൈൽ ലിക്വിഡ്സിൽ എന്ത് ചെയ്യാണ്? ഡിസോൾവ് ചെയ്യിച്ചിട്ടുണ്ടാക്കുന്നതാണ് സൊല്യൂബിൾ ഡ്രയേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ 2ാമത്തെ ക്ലാസിഫിക്കേഷനാണ് പേസ്റ്റ് ഡ്രയേഴ്സ് എന്ന് പറയും. ഈ പേസ്റ്റ് ഡ്രയേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്താണ്? കുറച്ച് മെറ്റൽസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിം മെറ്റലിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. ലെഡ്, മാംഗനീസും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? കൊബാൾട്ടും എടുക്കുകയാണ്. അതിനെ എന്ത് ചെയ്യുന്നു? ഇനേർട്ട് ഫില്ലേഴ്സ് ആയിട്ട് കമ്പൈൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇതിലെടുക്കുന്ന ഇനേർട്ട് ഫില്ലേഴ്സ് ആരൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്? ബേറൈറ്റ്സ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റിംഗ് സച്ചസ് ബേറൈറ്റ്സ് എടുക്കുന്നുണ്ട്, വൈറ്റിങ്സ് എക്സെട്ര. ആൻഡ് ദെൻ എന്താണ്? ഗ്രൗണ്ട് ഇൻ ലിൻസീഡ് ഓയിൽ. അപ്പോൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട. ആകെ ചോദിക്കുന്നത് 2 മാത്രമായിരിക്കും. സൊല്യൂബിൾ ഡ്രയേഴ്സും പേസ്റ്റ് ഡ്രയേഴ്സും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു A ലെവൽ എക്സാമിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ എന്താണ് ഒരു SC JE ലെവൽ എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നത്. അത്രയും ഇപ്പോൾ ഈ ഭാഗത്തുനിന്നും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. ഒരു എഴുതുമ്പോൾ മാത്രമേ ഒരു നമുക്കറിയാം SC JE ടയർ 2 ഒക്കെ നമുക്കൊരു എക്സ്പ്ലനേഷൻ ചെയ്തു പോകും. പെയിൻറ്റിൻ്റെ കമ്പോണൻസിനെ കുറിച്ച് എഴുതേണ്ടി വരുമ്പോഴൊക്കെയാണ് ഈ പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരിക. നിങ്ങൾ 2 ആലോചിച്ച് വയ്ക്കുക. സൊല്യൂബിൾ ഡ്രയേഴ്സ് ഉണ്ടായിരിക്കും, പേസ്റ്റ് ഡ്രയേഴ്സ് ഉണ്ടായിരിക്കും. ഈ പേസ്റ്റ് ഡ്രയേഴ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇവിടെ തന്നെയുള്ള മെറ്റൽ പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇനേർട്ട് ഫില്ലേഴ്സ് പ്ലസ് എന്താണ്? ലിൻസീഡ് ഓയിൽ. അതിൽ ഏതൊക്കെയാണ് ഇനേർട്ട് ഫില്ലേഴ്സ്? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിടാം. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ഏറ്റവും 5ാമത്തെ പോയിന്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലിത്താർജ്, റെഡ് ലെഡ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് മാംഗനീസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ ഡ്രയേഴ്സ്. നമുക്ക് ഡ്രയേഴ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് എലമെന്റ്സിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ലിത്താർജ്, റെഡ് ലെഡ്, സൾഫേറ്റ്സ് ഓഫ് മാംഗനീസ് ആണ്. ഇതിൽ ലിത്താർജ് ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഡ്രയർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലിത്താർജ് ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ആരാണ്? ലിത്താർജ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലിത്താർജ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആണ്. ഓക്കെ അല്ലേ?
കഴിഞ്ഞിട്ടില്ല. കുറച്ചും കൂടെ പോയിന്റ്സ് ഒരു ഹയർ ലെവൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. അതിൽ ആദ്യം പറയുന്നത് ഡ്രയറിനെ വിളിക്കുന്ന ഒരു മറ്റൊരു പേരുകളുണ്ട്. ചില ടെക്സ്റ്റ് ബുക്കിൽ ഇത് കണ്ടിട്ടുണ്ട്. പ്ലാസ്റ്റിസൈസേഴ്സ് എന്നും കൂടെ ഇതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് വിളിക്കുന്ന ആരെയാണ്? ഡ്രയറിനെയാണ് പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ചില സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടി ആഡ് ചെയ്യുന്നതാണ് ഈ ഡ്രയേഴ്സ് എന്ന് പറയുന്നതാണ് പറഞ്ഞു. എന്താണ് സ്പെസിഫിക് പർപ്പസ് എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ലെഡിൻ്റെയും മാംഗനീസിൻ്റെയും കൊബാൾട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഡ്രയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പഠിച്ചില്ലേ, ലിത്താർജ്, കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചില്ലേ. അപ്പോൾ ആ പോയിന്റ് അതുമായിട്ട് മാച്ചിങ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോയിന്റ്സിനെ എടുക്കാൻ കാരണം? താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ പോയിന്റ്സ് ആണ് ഓയിൽ പെയിന്റിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് ആയിട്ട് മാച്ചിങ് ആവുന്നതൊക്കെ ചോദ്യം വരാം. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഈ ലെവൽ ഓഫ് എക്സാമിനൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ, ഈ ഡ്രയറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനെ അറ്റ്മോസ്ഫിയറിൽ നിന്നും അബ്സോർബ് ചെയ്തിട്ട് എന്താണ് അതിനെ വെഹിക്കിളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പെയിന്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ പെയിന്റ് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ വേണം. അപ്പം അബ്സോർബ് ദ ഓക്സിജൻ ഫ്രം ദ എയർ ആൻഡ് സപ്ലൈ ടു ദ വെഹിക്കിൾ ഫോർ ഹാർഡനിങ്ങിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? ഓക്സിജനെ അബ്സോർബ് ചെയ്തുകൊണ്ട് വെഹിക്കിളിന് കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഡ്രയർ ഷുഡ് നോട്ട് ബി ആഡഡ് അണ്ടിൽ ദ പെയിന്റ് ഈസ് എബൌട്ട് ടു ബി യൂസ്ഡ്. ആ പെയിന്റ് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമ്മളത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിന് മുമ്പ് നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? സാധാ ഒരു രീതിയിൽ തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനി മറ്റൊരു രീതിയിൽ എക്സാമിന് ചോദിക്കാം, കാറ്റലിസ്റ്റ് ഫോർ ആക്സിലറേറ്റ് ദ ഡ്രൈയിങ് ഓഫ് ദ വെഹിക്കിൾ എന്ന് ചോദിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഈ ഒരു പോയിന്റ് 5-ാമത്തെയും 6-ാമത്തെയും പോയിന്റ് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. ഈ രീതിയിൽ ചോദ്യം ചോദിക്കാം. അതായത് വെഹിക്കിളിന്റെ ഡ്രൈയിങ് പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ ഡ്രയറിനെയാണ് ഉപയോഗിക്കുന്നത്. വെഹിക്കിളിന്റെ ഡ്രൈയിങ് പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആരാണ്? ഡ്രയർ തന്നെയാണ്. പക്ഷേ ഇതിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു? 8% ലിമിറ്റ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. എത്ര ശതമാനം? 8% ലിമിറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് 8% കൂടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിന്റെ ഇലാസ്റ്റിസിറ്റിനെ എഫക്ട് ചെയ്യും. ഇലാസ്റ്റിറ്റിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഫ്ലേക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ഫ്ലേക്കിംഗ് എന്താണ്, ഫെയ്ഡിങ് എന്താണെന്നുള്ളത് നമ്മൾ എവിടെ പഠിക്കും? ഫെയിലിയേഴ്സിൽ അല്ലെങ്കിൽ ഡിഫെക്ട്സ് ഓഫ് പെയിന്റിങ്ങിൽ പഠിക്കും. അപ്പം 8% വരാവും. അത് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഡിഫെക്ട്സ് ഫോം ചെയ്യും. നിങ്ങൾ ആലോചിക്കുക. ഇനി റെഡ് ലെഡ് ആണ്, നമ്മൾ നേരത്തെ ബേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെഡ് ലെഡ് ആണ് ബെസ്റ്റ് ഫോർ ദ പ്രൈമറി കോട്ട് ഫോർ സ്റ്റീൽ മെറ്റൽ വർക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റെഡ് ലെഡ് ആണ്. It produce extremely hard and tough film, almost impervious to air and moisture. അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ദ കോസ്റ്റ് ഓഫ് സിങ്ക് ആൻഡ് ലെഡ് ക്രോമേറ്റ്സ് ഹൈ ആണ്. ജസ്റ്റ് പോയിന്റ്സ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇനി എക്സാമ്പിൾസ് ആലോചിക്കുക. ലിത്താർജ്, റെഡ് അസറ്റേറ്റ്, അതുപോലെ റെഡ് ലെഡ്, മാംഗനീസ് ഡയോക്സൈഡ്, കൊബാൾട്ട് സിങ്ക്, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. കോമൺലി യൂസ് ചെയ്യുന്ന ആരാണ്? ലിത്താർജിനെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. 8% ഈ പറയുന്ന ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പ്ലാസ്റ്റിസൈസേഴ്സ് എന്നുള്ളതൊക്കെ ഡ്രയറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഓരോ പോയിന്റ്സ് നമുക്ക് കിട്ടുമ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. കാരണം ഈ ഭാഗത്ത് നിന്ന് മാക്സിമം ഈ ചോദ്യങ്ങളെ വരാൻ പറ്റുള്ളൂ. അത്രയും ചോദ്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഡ്രയർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടന്നാലോ? ഡ്രയറിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് വരുന്നത് പിഗ്മെന്റ്സിലേക്കാണ് വരുന്നത് അല്ലേ? പിഗ്മെന്റ്സ് അല്ലെങ്കിൽ കളറിംഗ് പിഗ്മെന്റ്സ് എന്ന് ഒറ്റ വേർഡിൽ നമുക്ക് വേണേൽ പറയാം. കളറിംഗ് പിഗ്മെന്റ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? കളർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. യൂസ്ഡ് ടു ഹൈഡ് ദ സർഫസ് ഇംപെർഫെക്ഷൻ. സർഫസിലെ ഇംപെർഫെക്ഷൻസിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്? ടു ഇമ്പാർട്ട് ദ ഡിസൈഡ് കളേഴ്സ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇംപ്രൂവ് ദ ഇംപെർമിയബിലിറ്റി ആൻഡ് എൻഹാൻസ് ദ റെസിസ്റ്റൻസ് ടു വെതറിങ്. ഇതൊക്കെ എന്താണ്? ഫംഗ്ഷൻ. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു ഫംഗ്ഷൻ, മൈന്യൂട്ട് ഫംഗ്ഷൻസ് നോട്ട് ചെയ്താണ്. മെയിൻ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? കളർ കൊടുക്കുന്നു, അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ, പിഗ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് കിടക്കുകയാണെങ്കിൽ, പിഗ്മെന്റിലേക്ക് കിടക്കുമ്പം ഫൈൻ പാർട്ടിക്കിൾസ് ഓഫ് പിഗ്മെന്റ്സ് ഹാവ് റീഇൻഫോഴ്സിങ് എഫക്റ്റ് ഓഫ് പെയിന്റ്. അപ്പോൾ ഈ പെയിന്റിന് ഒരു റീഇൻഫോഴ്സിങ് എഫക്റ്റ് കൊടുക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? ഈ പിഗ്മെന്റിന്റെ ഫൈൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ കോൺക്രീറ്റിന് റീഇൻഫോഴ്സിങ് കൊടുക്കുമ്പോൾ എന്താണ്? സ്ട്രെങ്ത് കൂടുന്നു എന്ന് പറയുന്ന പോലെ ഒരു പോയിന്റ് ആണ്. അപ്പം ഈ ഒരു പോയിന്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാരണം ഒരു ക്വസ്റ്റ്യൻ മേക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പോയിന്റ് എടുത്ത് നമുക്ക് എല്ലാവരും കൺഫ്യൂസിങ് ആവും. അതായത് ഫൈൻ പാർട്ടിക്കിൾസ് ഓഫ് പിഗ്മെന്റ്സ് ഹാവ് റീഇൻഫോഴ്സിങ് എഫക്റ്റ് ഓൺ പെയിന്റ്. സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഒക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്,
നാച്ചുറൽ ആയിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടും നമുക്ക് ഇതിനെ പിഗ്മെന്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നാച്ചുറൽ പിഗ്മെന്റ്സിൽ വരുന്ന ഏതൊക്കെയാണ്? വൈറ്റ് ചോക്ക് വരുന്നുണ്ട്, ഗ്രേ ഗ്രാഫൈറ്റ് വരുന്നുണ്ട്, യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ഗ്ലൂ പെയിന്റ്സ് ഉണ്ടാക്കാനും പുട്ടീസ് ഉണ്ടാക്കാനും കളേർഡ് ബിൽഡിംഗ് മോട്ടാർസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? നാച്ചുറൽ പിഗ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ പിഗ്മെന്റ്സിൽ വരുന്നത് എന്താണ്? ടൈറ്റാനിയം ഓക്സൈഡ് വരുന്നുണ്ട്, സിങ്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലെഡ് വൈറ്റ് ഇതൊക്കെ വരുന്നതാണ് ഇത് പറയുന്നത് ആർട്ടിഫിഷ്യൽ പിഗ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് എന്ത്? Pigments gives required color for the paint. They are fine particles and they have reinforcing effect on the thin film of the paint. അപ്പോൾ രണ്ട് പർപ്പസ് ഉണ്ട് നമ്മുടെ ഈ ഒരു കളറിംഗ് പിഗ്മെന്റിന്റെ ഫൈൻ പാർട്ടിക്കിൾസ്. രണ്ട് പർപ്പസ് ഉണ്ട്, കളർ കൊടുക്കുന്നതും അതുപോലെ ഒരു റീഇൻഫോഴ്സിങ് എഫക്റ്റ് കൊടുക്കുന്ന രണ്ട് എഫക്ട്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്തായിരിക്കും? സേഫ് സോണിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഇതിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഓരോരോ കളേഴ്സും കൊടുക്കുന്നത് ആരാണെന്നുള്ളൊരു ചോദ്യം വരാം അല്ലേ? അപ്പോൾ ഇന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഗ്രീൻ കളർ കൊടുക്കുന്നത്, ബ്ലൂ കളർ കൊടുക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കൊടുക്കുന്ന ആരാണ്? ഗ്രാഫൈറ്റ്. നമുക്കറിയാം ബ്ലാക്ക് ആണ്. ലാംപ് ബ്ലാക്ക് എന്ന് പറയുന്നതും ഐവറി ബ്ലാക്ക് എന്ന് പറയുന്നതും വെജിറ്റബിൾ ബ്ലാക്ക് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ബ്ലൂ ഇൻഡിഗോ, പ്രഷ്യൻ ബ്ലൂ. നെക്സ്റ്റ് ബ്രൗൺ ബേൺഡ് അംബർ, റോ അംബർ. നെക്സ്റ്റ് ഗ്രീൻ ക്രോം ഗ്രീൻ, കോപ്പർ സൾഫേറ്റ്. നെക്സ്റ്റ് റെഡ് കരാമൈൻ, റെഡ് ലെഡ്, വെർമിലിയൻ ലെഡ്. യെല്ലോ ക്രോം യെല്ലോ, റോസ് സെന, യെല്ലോ ഓക്കർ. ദെൻ എന്താണ്? സിങ്ക് ക്രോം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇതിൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഗ്രീൻ തന്നെയാണ്, കോപ്പർ സൾഫേറ്റ് തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഗ്രീൻ. അപ്പോൾ ബാക്കിയുള്ളതും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. റെഡ് ലെഡും അതുപോലെ തന്നെ എന്താണ് വെർമിലിയൻ റെഡ്, അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് ഗ്രാഫൈറ്റ്, ഏത് കളറാണ് കൊടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ഈ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ സ്ട്രെസ് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു പോയിന്റാണ് പിഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ സോൾവെന്റിലേക്ക് കിടക്കുകയാണ്. അപ്പം എന്താണ് സോൾവെന്റ് അല്ലേ? അപ്പോൾ ഡ്രയർ കഴിഞ്ഞു, അപ്പോൾ ഡ്രൈ ചീക്കൽ കഴിഞ്ഞു. അപ്പോൾ സോൾവെന്റിന്റെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോൾവെന്റ് തിന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് വളരെ കട്ട പിടിച്ചിട്ടുള്ള, അപ്പോൾ ആദ്യം ഒരു സോളിഡ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ആ സോളിഡ് മെറ്റീരിയലിനെ ഒരു ഓയിൽ പെയിന്റിൽ കലക്കിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കി. അതിൽ അവസാനം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് ഡ്രയർ ആഡ് ചെയ്യണം നമ്മൾ പഠിച്ചു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യണം സർഫസിൽ. അപ്പോൾ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ വളരെ കട്ട പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനെ ഒന്നും കൂടി എന്ത് ചെയ്യണം? ഒരു കൺസിസ്റ്റന്റ് പരുവത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സോൾവെന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സോൾവെന്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ ഇതിനെ തിന്നാക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇൻക്രീസ് ദ സ്പ്രെഡ്. അപ്പം നമുക്ക് വളരെയധികം എന്താണ് തിന്നായിട്ട് നമുക്ക് വളരെ സ്പ്രെഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് സഹായിക്കും. അപ്പോൾ സോൾവെന്റിന് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് തിന്നേഴ്സ്. തിന്നാക്കാൻ സഹായിക്കുന്നു, തിന്നേഴ്സ് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. എന്തിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ മേക്ക് പെയിന്റ്സ് ഫോർ വർക്കബിൾ കൺസിസ്റ്റൻസി ആൻഡ് ഇവാപ്പറേറ്റ് ഡ്യൂറിങ് ദ ഡ്രൈയിങ് ഓഫ് ദ ഫിലിം. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ വർക്കബിൾ ആയിട്ട് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യുന്ന പരുവത്തിലേക്ക് മാറ്റുന്നത് ആരാണ്? ഈ പറയുന്ന സോൾവെന്റ്സ് ആണ്. അപ്പോൾ ഇറ്റ് മേക്ക് പെയിന്റ് എന്താണ്? ഇറ്റ് മേക്ക് പെയിന്റ് തിന്നർ ആൻഡ് ഹാൻസ് ഇൻക്രീസ് ദ കവറേജ്. പെയിന്റിനെ കുറച്ചും കൂടെ തിന്നാക്കും. നമുക്ക് എന്താ പെയിന്റ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ സർഫസിൽ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ ലാർജ് ആയിട്ട് കുറച്ചും കൂടെ വൈഡ് ഏരിയയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്പ് സ്പ്രെഡിങ് ദ പെയിന്റ് യൂണിഫോംലി ഓവർ ദ സർഫസ്. വെറുതെയുള്ള സർഫസിൽ വളരെ യൂണിഫോം ആയിട്ട് എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആരാണ്? ഈ പറയുന്ന നമ്മുടെ സോൾവെന്റ്സ് ആണ്. നെക്സ്റ്റ് സോൾവെന്റ്സിൽ പ്രത്യേകത എന്ന് പറയുന്നത് ടർപ്പൻറ്റൈൻ അതുപോലെ തന്നെ നാഫ്ത എന്ന് പറയുന്നതാണ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള തിന്നേഴ്സ്. ആഫ്റ്റർ പെയിന്റ് അപ്ലൈഡ് തിന്നേഴ്സ് ഇവാപ്പറേറ്റ് ആൻഡ് പെയിന്റ് ഡ്രൈസ്.